മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം ആലപ്പാട് തീരത്ത് ഭാഗികമായി കത്തിയ നിലയിൽ ഒരു ബാരൽ അടിഞ്ഞു. സ്രൈക്കാട് ആവണി ജംഗ്ഷന് സമീപത്താണ് ഒഴിഞ്ഞ ബാരൽ അടിഞ്ഞത്. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ ബാരലാണ് ഇതെന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്? വിഷ്ണു, ഇന്ന് ഉച്ചയോടെയാണ് ഇത് തീരദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരാണ് പിന്നീട് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. അവിടെ പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ആളുകളെത്തി. എന്തായാലും ഈ കണ്ടെത്തിയ ബാരൽ ആ ഭാഗത്ത് തന്നെ ഇപ്പോൾ മറ്റൊരിടത്തും പോകാത്ത നിലയിൽ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയും അതോടൊപ്പം തന്നെ കസ്റ്റംസിന്റെ അനുമതി ലഭിച്ചാൽ മറ്റ് നടപടികളും സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അറബിക്കടലിൽ തീപിടിച്ചിട്ടുള്ള വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ ബാരലാണെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. അതേസമയം തന്നെ ഈ ബാരൽ കത്തിയ നിലയിലാണ്, അതോടൊപ്പം ഒഴിഞ്ഞ നിലയിലുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക വേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളെയൊക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞു. അതിനുശേഷമാണ് ഈ കത്തിയ കപ്പലിൽ നിന്നുള്ള ബാരലുകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഇനി കണ്ടെയ്നറുകൾ വരുമോ എന്നുള്ള ഒരു ആശങ്ക കൂടെ ജനങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന ശക്തമാക്കും ഈ തീരദേശ ഭാഗത്തൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്ത ടീം അംഗങ്ങളെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. MSCയുമായി ചേർന്ന് ചിലപ്പോൾ ഈ ഒരു കപ്പലിൽ നിന്ന് എത്തുന്ന ഈ സാമഗ്രികൾ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബാരൽ ഉച്ചയോടുകൂടി അടിഞ്ഞു. നാട്ടുകാരിത് കാണുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. ഇപ്പോഴും ആ ബാരൽ അവിടെ തന്നെയുണ്ട്. ഇനിയും എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങളിൽ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ കാര്യം പരിശോധിച്ച് വരികയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തിയ കപ്പലിൽ നിന്ന് വന്നതാണെന്നുള്ള ആ ഒരു തെളിവെന്ന് പറയുന്നത് ഈ ബാരൽ കത്തിയ നിലയിലായിരുന്നു. എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ ഈ കൊല്ലം ജില്ലയിൽ മാത്രമല്ല ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും കരയ്ക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നുള്ളത്. എന്തായാലും കസ്റ്റംസിന്റെ അനുമതിയോടുകൂടി തുടർ നടപടികൾ സ്വീകരിക്കും. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.